ഇമാജിൻ ദിസ് ബ്രോ, ഞാനിപ്പോ നിങ്ങളോട് പറയുകയാണ്, ഫോക്കസ് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്കൊരിക്കലും ജന്മനാ കിട്ടുന്ന ഒരു കാര്യമല്ല. നമ്മുടെ സെൽഫ് ഇംപ്രൂവ്മെന്റ് വെച്ച് നമ്മൾ തന്നെ അൺലോക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫോക്കസ് എന്ന് പറയുന്നത്. ഞാൻ ഓർക്കുന്നുള്ളൂ, ഒരു 6 മാസം മുമ്പ് ഒരു 5 മിനിറ്റ് പോലും എനിക്ക് ഒരു കാര്യത്തിലും ഫോക്കസ് ചെയ്തിരിക്കാൻ പറ്റത്തില്ലായിരുന്നു. എനിക്ക് എപ്പോഴും എന്റെ ഫോൺ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കണം. ബട്ട് ഞാൻ ഇതിനകത്തുനിന്ന് ഒരു സിമ്പിൾ മെത്തേഡ് ഡിസ്കവർ ചെയ്തു. ദാറ്റ് ചേഞ്ച് എവറിത്തിങ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ ഓൺ ബോഡിയോട്, ഓൺ മൈൻഡിനോട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് കമന്റ് ചെയ്തിട്ട് ഫോക്കസ്ഡ് ആവ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്താൻ പറ്റും. ഞാൻ എൻ്റെ ഡെസ്കിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്റെ ഡൂ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുകയാണ്. എനിക്കൊരു ഡ്രീം ഉണ്ട്, ഒരു മില്യണിയർ ആണ്. അപ്പൊ എന്താ റിയലി യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്? ഒരു മില്യൺ തിങ്സ് കാര്യങ്ങളും എന്റെ ഡൂ ലിസ്റ്റിലുണ്ട് എനിക്ക് ചെയ്യാൻ വേണ്ടി. പക്ഷെ എനിക്ക് അതിലൊന്നും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്റെ ഫോൺ അതിങ്ങനെ ബീപ് 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 നോട്ടിഫിക്കേഷൻ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുക. എന്റെ മൈൻഡ് ഇങ്ങനെ ഓരോന്ന് തിങ്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഞാനിത് അറിയുന്നതിന് മുമ്പ് ടൈം ഇങ്ങനെ പാസ് ചെയ്ത് പോവുകയും ചെയ്തു. അന്ന് ഞാൻ ഒരു കാര്യവും ലൈഫിൽ അച്ചീവ് ചെയ്തില്ല. ഞാൻ നിങ്ങളോട് ഓണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് എന്നെ തന്നെ ഒരു ഫെയിലിയർ ആയിട്ട് തോന്നി. എനിക്ക് സ്വന്തമായിട്ട് എൻ്റെ ഉള്ളിൽ പെയിൻ തോന്നി. ബട്ട് ബ്രോ, എനിക്ക് അപ്പോഴും അറിയായിരുന്നു എനിക്ക് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന പൊട്ടൻഷ്യൽ ഉള്ള ഒരാളാണെന്നറിയാം. പക്ഷെ ഞാൻ എപ്പോഴും ആലോചിച്ചത്, എന്തുകൊണ്ട് എനിക്കിത് റിയലി ചെയ്യാൻ പറ്റുന്നില്ല? ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എനിക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല? ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ഇതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി കയറാൻ ശ്രമിക്കുമ്പോൾ പിന്നെ ഞാൻ വഴുതി വീഴുകയാണ്. ഇതാണ് ബ്രോ സൊസൈറ്റി നമുക്ക് പറഞ്ഞു തരാത്ത റാറ്റ് ലൈഫ്. ബ്രോ, നമുക്ക് ഫോക്കസ് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്പർ 1 നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സൊസൈറ്റി, നിങ്ങളുടെ ടീച്ചർമാർ, നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു കള്ളത്തരമുണ്ട്. നമ്മൾ ഇഷ്ടമുള്ള ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത്. എന്നോട് അവർ പറഞ്ഞു, അഭി നിനക്ക് ഇഷ്ടമുള്ളത് നീ ഫോക്കസ് ചെയ്യണം, എന്നാൽ മാത്രമേ നിനക്ക് ഫോക്കസ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ബ്രോ, വെറും പൊട്ടത്തരമാണ്. ഞാൻ ഇവിടെ നിങ്ങളുടെ യൂട്യൂബിലൂടെ ഞാൻ നിങ്ങളോട് ഒരിക്കലും പറയത്തില്ല ബ്രോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ലവ് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഫോക്കസ് വരത്തുള്ളൂ. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എപ്പോൾ വിചാരിക്കുന്ന സമയത്ത്, നിങ്ങൾ എപ്പോൾ നിങ്ങളുടെ ഓൺ ബ്രെയിനിനെ കമന്റ് ചെയ്യുകയാണ്, എനിക്കിപ്പോൾ ഫോക്കസ് വേണം, ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുക എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുമ്പോൾ, നിങ്ങൾ അത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേ, നിങ്ങൾക്ക് അത് ഹാർഡ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം കഷ്ടപ്പെട്ടെന്ന് പഠിക്കുവാണെങ്കിൽ പോലും നിങ്ങൾക്കൊരു ഹാർഡ് ആയിട്ടുള്ള വർക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങൾക്ക് ഒട്ടും പറ്റുന്നില്ല, നിങ്ങൾ അത്രമാത്രം മാറാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക, ആ സമയത്ത് പോലും നിങ്ങൾക്ക് കമന്റ് ചെയ്ത്, നിങ്ങളുടെ ബ്രെയിനെ കമന്റ് ചെയ്ത് ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട നമ്പർ 1 തിങ് എന്ന് പറഞ്ഞത് ഡീപ് സെക്ഷൻ ആണ്. ഡീപ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും നാൾ അവോയ്ഡ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ഹാർഡ് ആയിട്ടുള്ള വർക്ക് ഉണ്ടല്ലോ, അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഫോക്കസ് ചെയ്തിരിക്കാൻ പോകുന്നതിനെയാണ്, ആ സെക്ഷനെയാണ് നമ്മൾ ഡീപ് സെക്ഷൻ എന്ന് പറയുന്നത്. അത് എത്ര മണിക്കൂറായാലും, നിങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത് 1 മണിക്കൂറായാലും 2 മണിക്കൂറായാലും 3 മണിക്കൂറായാലും, അതിനെ, ആ സെക്ഷനെ നിങ്ങൾ കോൾ ചെയ്യുന്നത്, നിങ്ങൾ സെൽഫായിട്ട് അതിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് ഡീപ് സെക്ഷൻ ആയിട്ടായിരിക്കണം. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നു, ബ്രോ എനിക്ക് ഡീപ് സെക്ഷൻ മനസ്സിലായി, ഇത് ഞാൻ കുറെ ആയിട്ട് കേൾക്കുന്നുണ്ട്, പക്ഷെ ഇത് എങ്ങനെ ചെയ്യണമെന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ എന്നാണ് നിങ്ങൾ ആലോചിക്കുന്നത്. ബ്രോ, രണ്ടാമത്തെ പോയിന്റ് അവിടാണ് വരുന്നത്. എങ്ങനെ നമുക്ക് ഡീപ് സെക്ഷൻ കറക്റ്റ് ആയിട്ട് ചെയ്യാം? നമ്മളിപ്പോ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ പ്രോബ്ലം, നമ്മൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു ഡീപ് സെക്ഷൻ ആണ്. എങ്ങനെ നമുക്ക് ഡീപ് സെക്ഷൻ ഓൺ ചെയ്യാം? യു ഡിഡ്ന്റ് നീഡ് മോർ ടൈം, യു നീഡ് ലെസ് ഡിസ്ട്രാക്ഷൻ. ഞാൻ ഇപ്പൊ പറഞ്ഞ പോയിന്റ് നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് തിങ്ക് ചെയ്തു. ബ്രോ, നമ്മുടെ ലൈഫിൽ റിയലി സംഭവിക്കുന്ന എന്താണ്? ഞാൻ ഇപ്പൊ റിയലി ആലോചിക്കുന്നുണ്ട് ബ്രോ. എന്റെ ചുറ്റുമുള്ളവരെല്ലാം ഇങ്ങനെ പറഞ്ഞൊരു കളത്തരത്തിൽ ഇങ്ങനെ പഠിപ്പിച്ച് വെച്ചിട്ട്, നിനക്ക് ഇഷ്ടമുള്ള ചെയ്താൽ മാത്രമേ നിനക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലാതെ നിനക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല, നീ ഇത് പഠിക്കുക എന്ന് പറഞ്ഞ എല്ലാ കളത്തരവും പറഞ്ഞപ്പോഴും എന്റെ ഉള്ളിനുള്ളിലുള്ളത് ഇതല്ല കറക്റ്റ് ആയിട്ടുള്ള വേ. ഒരു കറക്റ്റ് ആയിട്ടുള്ള വേ ഉണ്ട്, പക്ഷെ ഞാനത് എങ്ങനെ ഫൈൻ ചെയ്യും എന്നതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. നമ്മളെ എല്ലാരും പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് ഒരുപാട് ടൈം വേണം, നമ്മൾ ലവ് ചെയ്യണം, ഒരു കാര്യത്തിന് വേണ്ടി ഇഷ്ടപ്പെടണമെങ്കിൽ നോ, ഇതെല്ലാം പൊട്ടത്തരമാണ്, ക്രാപ്പാണ്. നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് ഡിസ്ട്രാക്ഷൻസ് കുറഞ്ഞിരിക്കണം, നമുക്ക് ഒരുപാട് ടൈമിന്റെ ആവശ്യമില്ല. നിങ്ങൾ അപ്പൊ തന്നെ മൈൻഡിലേക്ക് വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ട് എന്ന് പറഞ്ഞാൽ മോർ ഡൺ ഇൻ ലെസ് ടൈം. നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന ഒരു കുറച്ച് സമയമുണ്ട്, ഹാർഡ് ആയിട്ടുള്ള ഒരു മാത്സ് പ്രോബ്ലം ചെയ്യാൻ വേണ്ടി നമ്മൾ ഇരിക്കുക, നമുക്ക് എക്സാം വരുന്നുണ്ട്, ഭയങ്കരമായിട്ട് നമ്മൾ ടെൻഷനിലാണ്, നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് തരത്തിൽ അങ്ങനെ ഒരു സമയത്ത് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ പോലും ഡു മോർ ഇൻ ലെസ് ടൈം. അത് എങ്ങനെ നമുക്ക് റിയലി ചെയ്യാൻ പറ്റും? ബ്രോ, നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് നമ്മൾ കുറയ്ക്കണം. ബ്രോ, ഞാൻ നിങ്ങളോട് പറയുന്നു, എനിക്ക് നിങ്ങൾ എന്റെ വീഡിയോ കാണണമെന്ന് മാത്രമല്ല എന്റെ ഗോൾ. എനിക്ക് നിങ്ങൾ എന്റെ വീഡിയോ കണ്ടിട്ട് അതിനകത്തുനിന്ന് ആക്ഷൻ എടുക്കണം, അത് നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യണം. ഇതാണ് ഇസഡ് ഗ്രൂപ്പിന്റെ ഗോൾ എന്ന് നിങ്ങൾക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനിപ്പോ പറയാൻ പോകുന്ന ഒരു കാര്യം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. അവോയ്ഡ് അറ്റ് ആൾ കോസ്റ്റ്. സേ ഇറ്റ് വിത്ത് മീ, ടേൺ ഓഫ്
യുവർ ഫക്കിംഗ് നോട്ടിഫിക്കേഷൻ. നിങ്ങളുടെ മൊബൈലിലെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഓഫ് ചെയ്യും. ഈ വീഡിയോ കണ്ട് കഴിയുമ്പോഴത്തേക്ക് എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾ ഓഫ് ചെയ്യും. ഇല്ല ബ്രോ എനിക്ക് നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് ജിപേ ഉണ്ട്, അയ്യോ അവൻ എന്റെ കൊച്ചെനിക്ക് മെസ്സേജ് അയക്കും, അയ്യോ 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 പുതിയ ലൈവ് വന്നിട്ടുണ്ട് അതെനിക്ക് കാണണം, പുതിയ റീല് വന്നിട്ടുണ്ട് എനിക്ക് കാണണം, അയ്യോ ബ്രോ വൈ ആർ യു ഡൂയിങ് ഇറ്റ്? വൈ ആർ യു ഡൂയിങ് ഇറ്റ്? സ്റ്റുപ്പിഡ്. സ്റ്റുപ്പിഡ് എന്നൊരു വാക്കു മാത്രമേ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഓൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളൂ. സ്റ്റുപ്പിഡ്. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയോ ബ്രോ, നിങ്ങൾ ഹാർഡായിട്ടൊരു പഠിക്കാൻ വേണ്ടി ഇരിക്കുക, അല്ലെങ്കിൽ ഹാർഡായിട്ടൊരു ഡീപ്പ് സെക്ഷൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇരിക്കുക, നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഫോൺ വെച്ചിരിക്കുക, പി 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 പി, അപ്പൂപ്പൻ അമ്മൂമ്മ സ്നാപ്ചാറ്റ് ഇങ്ങനെ കുറെ സ്ഥലത്ത് ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക. നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ ഡീപ്പ് സെക്ഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല ബ്രോ. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് റാഡ് ലൈഫ് ആകണ്ടെങ്കിൽ, നിങ്ങൾക്ക് റാഡ് ലൈഫ് എന്ന സ്റ്റാമ്പ് ഇങ്ങനെ സർട്ടിഫൈ ചെയ്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് കൊടുക്കേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഇനി ഒരു നോട്ടിഫിക്കേഷനും പോപ്പപ്പ് ചെയ്യാൻ പാടില്ല. ഏത് സമയത്ത് നിങ്ങൾ ഡീപ്പ് സെക്ഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു കാര്യവും അപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് വരാൻ പാടില്ല. ബ്രോ, മൂന്നാമത് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്റ്റാർട്ട് സ്ലോ ആൻഡ് ഗെറ്റ് ഇൻ ടു എ ഫ്ലോ സ്റ്റേറ്റ്. എന്താണ് ഫ്ലോ സ്റ്റേറ്റ് എന്ന് നിങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ, ബ്രോ ഫ്ലോ സ്റ്റേറ്റ് എന്താണ് നിങ്ങൾക്ക് അറിയത്തില്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നെങ്കിൽ റിയലി ഞാൻ നിങ്ങളോട് പറയുന്നു, ഐ ഫീൽ സോറി ഫോർ യു. എനിക്ക് നിങ്ങളോട് അത്രമാത്രം വിഷമം ഉണ്ട്. നിങ്ങൾ ഇത് ആദ്യമായിട്ടാണ് നിങ്ങൾ ഇത് കേൾക്കണമെങ്കിൽ, ഇതുവരെ നിങ്ങൾ ഇത് അറിയാതാണ് നിങ്ങൾ ഇതുവരെ 20, 25 വയസ്സ് 35 വയസ്സ് വരെ നിങ്ങൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഐ ഫീൽ സോറി ഫോർ യു. അത്രേ ഉള്ളൂ ബ്രോ. അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് ബ്രോ ഫ്ലോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞത്. നമ്മൾ ഇമാജിൻ ചെയ്ത് നോക്കി, നമ്മൾ രാവിലെ എണ്ണിക്കുന്നു, നമ്മൾ രാവിലെ എണ്ണിച്ച് എല്ലാവരും റാഡ് ലൈഫിലുള്ളവരെല്ലാവരും, നിങ്ങളുടെ ഫ്രണ്ട്സും നിങ്ങളുടെ സൊസൈറ്റിയിലുള്ളവരും എല്ലാവരും ചെയ്യുന്നൊരു കാര്യം എന്താണ്? നേരെ ഫോൺ എടുക്കും, കുടുകുടുകുടുവാന്ന് നോക്കും, അത് ഗെയിം കളിക്കാൻ പോകും, അല്ലെങ്കിൽ ഒരു ലൈവ് കണ്ടോണ്ടിരിക്കും. നമ്മുടെ ടൈം ഇങ്ങനെ അവിടെ ഇവിടെ ആപ്പ് എല്ലാം കയറി ഇങ്ങനെ ആപ്പിനകത്ത് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും അല്ലെ? നമ്മുടെ ലൈഫ് ഡിസ്ട്രോയ് ആക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കാത്ത ഒരു കാര്യം എന്താ പറയുക, ഈ സമയത്ത് നമ്മളോട് ആരും എടാ ഇത് ഇങ്ങനെയാണ് നടക്കുന്നത് എന്ന് ആരും പറഞ്ഞു തരാത്തൊരു കാര്യം എന്തെന്ന് നിങ്ങൾക്ക് അറിയാമോ? നമ്മൾ ചെയ്യേണ്ട ഹാർഡ് ആയിട്ടുള്ള വർക്ക്, ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ആ ഡീപ്പ് സെക്ഷൻ, നമ്മൾ ചെയ്യേണ്ട ആ ഡീപ്പ് സെക്ഷൻ അത് നമ്മളിങ്ങനെ അവോയ്ഡ് ചെയ്ത് പിന്നെ ചെയ്യാം. ഇപ്പൊ എനിക്ക് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ വേണം, ഇപ്പൊ എനിക്ക് ഫോൺ വേണം, ഇപ്പൊ എനിക്ക് ഇൻസ്റ്റാഗ്രാം വേണം, ഇപ്പൊ എനിക്ക് ഡോപ്പമിൻ വേണം, ഇങ്ങനെ ഇത് താ മെത്തേഡ് ഇങ്ങനെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ബ്രോ, നിങ്ങൾ ഇവിടെ യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഫ്ലോ സ്റ്റേറ്റ്. എങ്ങനെ നിങ്ങൾക്ക് ഫ്ലോ സ്റ്റേറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റാം, എങ്ങനെ നിങ്ങൾക്ക് ഫ്ലോ സ്റ്റേറ്റിലേക്ക് ഒരു ഡയറക്റ്റ് എൻട്രി നിങ്ങൾക്ക് ഈസിലി സ്മൂത്ത്ലിയുമായിട്ട് കിട്ടും. വാച്ച് ഈ വെയിറ്റ് അല്ലല്ലോ ബ്രോ. നിങ്ങൾക്ക് ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോ സ്റ്റേറ്റിലേക്കാണ് കയറണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമാണ് ആലോചിക്കേണ്ടത്, സ്റ്റാർട്ട് സ്ലോ ആൻഡ് ഗെറ്റ് ഇൻ ടു ദ ഫ്ലോ സ്റ്റേറ്റ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പെതുക്കെ സ്റ്റാർട്ട് ചെയ്യുക എന്നാണ്. നിങ്ങൾ ഇപ്പോൾ ഒരു കാര്യവും നിങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് കുറച്ച് കാര്യം പഠിക്കാൻ പറ്റുന്നു, പക്ഷെ എനിക്ക് അതിനകത്ത് ഫോക്കസ് ഇല്ല. ഒരു ടോപ്പിക് തന്നെ ഞാൻ 5 മണിക്കൂറൊക്കെയാണ് ബ്രോ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഹാർഡ് ആയിട്ടുള്ള ടാസ്ക് എനിക്ക് ചെയ്യാനേ പറ്റുന്നില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പിന്നെ എങ്ങനെങ്കിലും കറങ്ങി ചെന്ന് ഇൻസ്റ്റാഗ്രാമിന്റെ റീൽ സെക്ഷനിൽ പോകും, എങ്ങനെങ്കിലും കറങ്ങി ചെന്ന് ഞാൻ ഷോർട്ടിൽ ഇങ്ങനെ പോകും, എങ്ങനെങ്കിലും ഞാൻ കറങ്ങി ചെന്ന് വല്ലവന്റെയും ലൈവിനകത്ത് പോകും എന്നാണ് നിങ്ങൾ എന്നോട് പറയുന്നതെങ്കിൽ ബ്രോ, നിങ്ങൾ മനസ്സിലാക്കുക, യു നീഡ് ടു സ്റ്റാർട്ട് സ്ലോ. പെതുക്കെ സ്റ്റാർട്ട് ചെയ്യുക, ഡീപ്പ് സെക്ഷൻ പെതുക്കെ ചെയ്യുക. ആദ്യം 1 മണിക്കൂർ ചെയ്യുക, 10 മിനിറ്റ് നിങ്ങളൊന്ന് ബ്രേക്ക് എടുക്കുക, ഒന്ന് റിലാക്സ്ഡ് ആവുക, ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത 1 മണിക്കൂർ വെക്കുക, അതിനകത്ത് ഫോക്കസ് ചെയ്യുക, 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, ഒന്ന് റിലാക്സ്ഡ് ആവുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ 2 മണിക്കൂർ വെക്കുക. നിങ്ങളുടെ ഡീപ്പ് സെക്ഷൻ എന്ന് പറഞ്ഞത് 2 മണിക്കൂർ ആയിരിക്കണം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ ഇതുപോലെ പെതുക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഒരിക്കലും ഓ ഇല്ല ബ്രോ എനിക്ക് ഇപ്പൊ പഠിക്കണം, എനിക്ക് ടൈമില്ല, എനിക്ക് ഇപ്പൊ പഠിച്ചാൽ പറ്റും, അയ്യോ എനിക്ക് കൊണ്ടുപോവാ എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. അത് റാറ്റ് മൈൻഡ് സെറ്റ് മാത്രമാണ് ബ്രോ. ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റി വെക്കുക. നമ്മൾ ഇവിടെ ലോങ് ടൈമിലാണ് തിങ്ക് ചെയ്യുന്നത്, ഓൾവേസ് ഓർക്കുക. സോ ബ്രോ, നിങ്ങൾ റിയലി ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി, നിങ്ങൾ ഈ പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി ചെയ്യുന്നു. അങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾക്ക് ഒരു റിസൾട്ട് കിട്ടാൻ തുടങ്ങും. നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് ഒരു കാര്യം തന്നെ നോക്കുമ്പോഴത്തേക്ക് അതിന്റെ ഒരു ഐഡിയ കിട്ടും. നിങ്ങൾ കറക്റ്റ് ആയിട്ട് റീവൈൻഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയാണ് പഠിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാനുള്ള ടാസ്ക് നിങ്ങൾ കറക്റ്റ് ആയിട്ട് റീവൈൻഡ് ചെയ്ത് നോക്കുന്നു, അത് ഓക്കെ ആണോ എന്നൊക്കെ നോക്കുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക്
നിങ്ങൾ അറിയാതെ തന്നെ ഒരു ഫ്ലോ സ്റ്റേറ്റിലേക്ക്, ഒരു നാച്ചുറൽ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഇത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഡോപ്പമിൻ കിട്ടുന്ന ആ ഫ്ലോ സ്റ്റേറ്റിലേക്ക് നിങ്ങൾ കയറും. അതാണ് ബ്രോ ഫ്ലോ സ്റ്റേറ്റ്. ഒരു പക്ഷേ നിങ്ങൾക്ക് അത് ഒരു വട്ടമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് പിന്നെ അറിയാം എങ്ങനായിരിക്കും നിങ്ങളുടെ ലോജിക്ക് ചേഞ്ച് ആവുന്നതെന്ന്, എങ്ങനായിരിക്കും നിങ്ങൾക്ക് കമന്റ് ചെയ്തിട്ട് നിങ്ങളുടെ മൈൻഡിനെ ഒരു കമ്പ്യൂട്ടർ ആയിട്ട് എടുത്ത് ജസ്റ്റ് നിങ്ങൾ കമന്റ് ചെയ്യണം. ഓക്കെ, ഞാനിപ്പോൾ കറക്റ്റ് ആയിട്ട് ഡീപ് സെക്ഷൻ ചെയ്യാൻ പോകണം, എല്ലാ നോട്ടിഫിക്കേഷനും ഓഫ് ചെയ്യും, ഞാൻ ഈ ഫ്ലോ സ്റ്റേറ്റിലേക്ക് എനിക്ക് കയറണം, അതിനുവേണ്ടി ഞാൻ പെതുക്കെ സ്ലോ ആയിട്ട് തുടങ്ങണം. തിങ്ക് അബൌട്ട് ഇറ്റ് ബ്രോ, തിങ്ക് അബൌട്ട് ഇറ്റ്. ഇതേ സമയത്ത് നിങ്ങളുടെ റാറ്റായിട്ടുള്ള ഫ്രണ്ട് എന്തോ ചെയ്യുന്ന അറിയോ? ഓ, അവൻ പഠിക്കാൻ വേണ്ടി ഇരിക്കും, 5 മണിക്ക് എണീക്കും പഠിക്കാം, ഞാൻ രാവിലെ എണീച്ച് പഠിക്കാം, എന്നിട്ട് നേരെ ഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ട് കുറെ ഒരു 11 മണി വരെയാവും. 11 മണിയാകുമ്പോൾ ഇവ ഒന്ന് ബുക്ക് എടുക്കാൻ തുടങ്ങും കേട്ടോ. ബുക്ക് എടുക്കാൻ തുടങ്ങിയിട്ട് ഒരു ടോപ്പിക് നോക്കിയിട്ട് ഇവന് പിണ്ണാക്ക് മനസ്സിലാവില്ല. കാരണം എന്താ, ഇവൻ വല്ലവന്മാരുടെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുക, ഇവ ഓരോരുത്തന്മാരെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുക, ഇവ ഓരോരുത്തന്മാരുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വെറും നെഗറ്റീവ് ആയിട്ടുള്ള റാഡ് മൈൻഡഡ് ആയിട്ടുള്ള ഒരുത്തവനാണ്. നിങ്ങൾ ഇനി ഒന്ന് പറഞ്ഞ് അവൻ എന്തെങ്കിലും ഒരു കാര്യം കറക്റ്റ് ആയിട്ട് പഠിക്കാൻ പറ്റും, അവൻ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും, അവൻ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അവന് ഡീപ് സെക്ഷന് വേണ്ടി ഇരിക്കാൻ പറ്റുമോ? ഇല്ല. നമുക്കൊരിക്കലും അങ്ങനല്ല ബ്രോ ആവേണ്ടത്. നമുക്കൊരിക്കലും നിങ്ങളുടെ റാറ്റ് ഫ്രണ്ട്സിന്റെ കൂട്ടമുള്ളവന്മാരായിട്ടല്ല നമുക്ക് മാറേണ്ടത്. അത് നമുക്ക് നല്ലവണ്ണം അറിയാം ബ്രോ. ഈ 3 കാര്യങ്ങൾ മാത്രം റിയൽ ആയിട്ട് ഈ വീഡിയോ കണ്ട് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ചെയ്തിരിക്കണം. ഞാൻ കുറച്ച് അഡീഷണൽ ബോണസും കൂടെ നിങ്ങൾക്ക് തരാം ബ്രോ. നിങ്ങൾ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്, ഇന്നാണ് അല്ലെങ്കിൽ നാളെയാണ് നിങ്ങൾ പഠിക്കാനിരിക്കുന്നത്, എനിക്ക് ഓക്കെ, എനിക്ക് ബ്രോ പറഞ്ഞെല്ലാം മനസ്സിലായി, ഞാൻ ഇങ്ങനെ ഇത്രമാത്രം ഡിസ്റ്റർബ്ഡ് ആയിട്ടിരുന്നെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല ബ്രോ, എനിക്ക് ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടണം, എനിക്ക് ചേഞ്ച് ചെയ്യണം. എങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നാളെ നിങ്ങൾ തുടങ്ങുമ്പോൾ നിങ്ങൾ ഒരു ഡേയിലേക്കുള്ള ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്യുക ബ്രോ. നമ്മളിവിടെ ഗെയിം പ്ലേ ചെയ്യുമല്ല, നമ്മളിവിടെ ഒരു യൂട്യൂബ് ചാനൽ മാത്രമല്ല, നമ്മളിവിടെ സീരിയസ് ആയിട്ടുള്ള ലൈഫ് ചേഞ്ചിങ് ഡിസ്കഷൻസ് ആണ് നമ്മൾ തമ്മിൽ നടത്തുന്നത്. അതുകൊണ്ട് ഞാൻ ബ്രോയോട് പറയുന്നു, നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യുക. എന്ത് നിങ്ങൾ സെറ്റ് ചെയ്യണം? അയ്യോ ബ്രോ, എനിക്ക് വീട് വെക്കണം, അതൊന്നും അല്ല, ഇത് പൊട്ടത്തരം ഒന്നും. 1 ഡേ ആണ് നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾ രാവിലെ എണീക്കുക, നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യുക. ഓക്കെ, ഇത്രയും ടോപ്പിക്ക് ഞാൻ പഠിക്കും, അത്രമാത്രം മതി, വേറെ ഒന്നുമില്ല, ഈ ടോപ്പിക്ക് ഞാൻ പഠിക്കും. ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഇത് ഞാൻ നിങ്ങളോട് പറയണോ വേണ്ടോ ഇങ്ങനെ കൺഫ്യൂഷൻ ചെയ്തൊരു കാര്യമാണ്. ഇത് അത്രമാത്രം സീക്രട്ട് ഒരു വെപ്പണാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഗോ ടു യൂട്യൂബ് ആൻഡ് സെർച്ച് സ്റ്റഡി ഫ്രീക്വൻസി, ഫോക്കസ് ഫ്രീക്വൻസി, സെർച്ച് ഇറ്റ്, ഫോക്കസ് ഫ്രീക്വൻസി. നിങ്ങൾക്ക് ഒരു ഓഡിയോ കിട്ടും, ഒരു ഫ്രീക്വൻസി വേഴ്സസിലുള്ള 143 അത് വേറെയാണ്, പക്ഷെ നിങ്ങൾക്ക് ഒരു ഹെഡ് ഫ്രീക്വൻസി വരുന്ന ഒരു ഓഡിയോ കേൾക്കും. ഞാനിപ്പോ പറയുന്നു, നിങ്ങൾ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്കത് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങളത് ഹെഡ്സെറ്റ് വെച്ചിട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം അത് ഫോളോ ചെയ്യുക. ചില ആൾക്കാർക്ക് എസ്പെഷ്യലി നമ്മളൊരു ഡീപ് സെക്ഷൻ ചെയ്യുമ്പോൾ, നമ്മൾ ഹാർഡ് ആയിട്ടുള്ള ഒരു ടാസ്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഹെഡ്സ് വെച്ച് ഇരിക്കുകയാണെങ്കിൽ ഒരു കംഫർട്ട്നെസ് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡിയിൽ അത് ഇംപ്രൂവ് വരുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ഡോണ്ട് ഡു ഇറ്റ്. അത് നിങ്ങൾ ട്രൈ ഔട്ട് തന്നെ ചെയ്യുക. ഇതൊരു ബോണസ് ടിപ്പ് മാത്രമാണ്. നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സെൽഫ് ഇംപ്രൂവ്മെന്റ് ഇമ്പോർട്ടന്റ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് ഇതുപോലുള്ള ഇൻഫോർമേഷൻ നമ്മൾ കണ്ടിട്ടും അറിഞ്ഞിട്ടും നിങ്ങൾ ആക്ഷൻ എടുക്കുന്നില്ലെങ്കിലും, ഞാൻ ആദ്യം പറഞ്ഞ ആ ലൈഫ് ഉണ്ടല്ലോ ഇപ്പോൾ, ആർക്കും വേണ്ടാത്ത, ആരും നമ്മളെ ഇഷ്ടപ്പെടാത്ത, ആരും നമ്മളെ റെസ്പെക്ട് ചെയ്യാത്ത, ആരും നമുക്കൊരു വില തരാത്ത ആ ലൈഫായിരിക്കും ബ്രോ നമുക്ക് റിയലി കിട്ടുന്നത്. റിയലി ഇതിനകത്ത് ചില ആൾക്കാരുണ്ട്, എനിക്കറിയാം, എത്ര പറഞ്ഞാലും ആക്ഷൻ എടുക്കാൻ പറ്റാത്തത്. നിങ്ങൾ മനസ്സിലാക്കുക, ഫക്ക് യു. കാരണം നിന്റെയൊക്കെ സോൾ എന്ന് പറയുന്നത് റാറ്റ് മൈൻഡ് സെറ്റ് ഉള്ളവന്മാരുടെ സോളാണ്. എന്നും ഒരിക്കലും എങ്ങും എത്താൻ പോകും. നിങ്ങളോടല്ല കേട്ടോ, നല്ലവരോടല്ല, റാറ്റ് മൈൻഡ് സെറ്റ് ഉള്ളവന്മാർ. ഫക്ക് യു. You will never walk alone because we are the Z group. This is not the end. This is the beginning. Love you, brother. Ma. Bye.